നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗിരിജ രാംദാസ്. എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്നത് കുഞ്ഞിന് 6-ാം മാസത്തിൽ ചോറ് കൊടുക്കുന്ന ചടങ്ങിനെ കുറിച്ചാണ്. ഈ ചോറ് കൊടുക്കൽ ചടങ്ങിന് പണ്ട് കാലങ്ങളിൽ പറയുന്നത് അന്നപ്രാശന സംസ്കാരം എന്നാണ്. ഈ അന്നപ്രാശന സംസ്കാരം ചെയ്യേണ്ടത് കുഞ്ഞ് പിറന്ന് 6-ാം മാസത്തിലാണ്. വേവിച്ച അന്നം കുഞ്ഞിന് കൊടുക്കുന്നു. ഇപ്പം പലരും ഈ ചോറൂണും പേരിടൽ കർമ്മങ്ങളൊക്കെ ഒരുമിച്ചാണ് നടത്തുന്നത്. പക്ഷെ അങ്ങനെ പാടില്ല, രണ്ടും രണ്ടായിട്ട് നടത്തണം എന്നാണ് ആചാരമതം. കൊളുത്തി വെച്ച നിലവിളക്കിൻ്റെയും ചന്ദനത്തിരിയിലും കർപ്പൂരത്തിൻ്റെയൊക്കെ മുന്നിൽ വെച്ചിട്ട് വേണം അന്നം കൊടുക്കാൻ. ഈ അന്നം പാകം ചെയ്യുന്നത് തേനും തൈരും നെയ്യും കൂടെ ചേർത്തിട്ട് വേണം പാകം ചെയ്യാൻ. എന്നിട്ട് ഭഗവാന് നിവേദിച്ചതിന് ശേഷം വേണം അത്രേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ മാതാപിതാക്കളും ബന്ധുജനങ്ങളും അയൽവാസികളും എല്ലാവരും ഈ കർമ്മത്തിൽ പങ്കെടുക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ പങ്കെടുത്ത് ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് അവിടുന്ന് സദ്യയും കഴിച്ചിട്ട് വേണം ഈ വന്നവരെല്ലാം മടങ്ങിപ്പോവാൻ എന്നാണ് പണ്ടത്തെ ആചാരം. ആ ആചാരം ഇപ്പം പലരും അങ്ങനെ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ അങ്ങനെയാണ് ആചാര്യമതം പറയുന്നത്. അങ്ങനെ 6-ാം മാസത്തിൽ തന്നെ കുഞ്ഞിന് ചോറ് കൊടുക്കണം. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായി. നന്ദി, നമസ്കാരം.